ഹോംവർക്ക് എഴുതിയിട്ടുണ്ടാവില്ല അല്ലേ? ഹോംവർക്ക് എഴുതിയവരൊക്കെ ഒന്ന് എണീറ്റേ. ആകെ 5 പേരുണ്ട് ഹോംവർക്ക് എഴുതിയവര്. ബാക്കിയൊക്കെ സമയം കിട്ടിയില്ലായിരിക്കും അല്ലേ? അശ്വതിക്ക് എന്തായിരുന്നു എക്സ്പ്ലനേഷൻ? എനിക്ക് വയ്യായിരുന്നു മിസ്സേ. എടോ തനിക്ക് ഇത്രയും കണ്ണൊക്കെ വാലിട്ട് എഴുതി ആ മുടിയൊക്കെ ഇങ്ങനെ പിന്നിയിട്ട് വരാനൊക്കെ സമയമുണ്ടല്ലോടോ. താൻ ആ മേക്കപ്പ് ഇട്ടത് അത് മുടി കെട്ടിയ സമയം ഉണ്ടെങ്കിൽ തനിക്ക് ആ ഹോംവർക്ക് ചെയ്തിട്ട് വരാറുന്നല്ലോടോ. സോറി മിസ്സേ. തനിക്ക് ഓരോ ദിവസം ഓരോരോ എക്സ്പ്ലനേഷൻ. ഇന്നലെ അച്ഛൻ ആശുപത്രിയിലായിരുന്നു, അതിന്റെ തലേ ദിവസം ആന്റി ആശുപത്രിയിലായിരുന്നു. റഫീന ചെയ്തോ? അത് പിന്നെ മിസ്സേ ഞാനും ചെയ്തില്ല. അതെ, കൂട്ടുകാരികൾ പിന്നെ രണ്ടും ചെയ്യൂല. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു നോക്കി, എടി സിന്ധു മിസ്സിന്റെ ക്ലാസ്സിലെ ഹോംവർക്ക് നീ ചെയ്തോ? അപ്പം അവള് പറയും ഞാൻ ചെയ്തില്ലടി. അന്ന് നീയും ചെയ്യുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഹോംവർക്ക് ചെയ്തില്ല. രാഹുൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട് മിസ്സേ. എവിടെ കാണിച്ചേ? അതേ ഇതാ മിസ്സേ ബുക്ക്. ഇത് റഫ് ബുക്ക് അല്ലേ? അല്ല മിസ്സേ, ഞാൻ എല്ലാവരും ഒരു ബുക്കിലാണ് എഴുതുന്നത്. എല്ലാത്തിനും കൂടെ ആമ്പിള്ളേർക്ക് പിന്നെ ഒരു ഗുണമുണ്ട്. എല്ലാത്തിനും കൂടെ ഒരു നോട്ട്ബുക്ക് മതി. വീട്ടുകാരെ സഹായിക്കാനായിട്ട് ഇത്രയും നല്ല പിള്ളേർ വേറെ ഉണ്ടാവില്ല. വേറെ പിള്ളേരെ നിങ്ങളുടെ അത്ര മോശമായിട്ടുള്ള ഒരു വേറെ ക്ലാസ് ഇല്ല. എനിക്ക് മറ്റുള്ളവരോട് ഞാൻ ആ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാന്ന് പറയാൻ എനിക്ക് നാണാവുക. ഇത്ര വേസ്റ്റ് ആയിട്ടുള്ള ഒരു പിള്ളേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടില്ല. സത്യം പറയുക. ഒക്കെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവാ. ഞാൻ എപ്പം നോട്ട് എഴുതി തീരുന്നോ എല്ലാവരും കംപ്ലീറ്റ് ആകുമ്പം എന്നെ വന്ന് ശുഭേ നീ വന്ന് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഒക്കെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ വന്ന് വിളിച്ചാൽ മതി. എപ്പോഴാണ് ഇനി ഞാൻ ക്ലാസ് എടുക്കുന്നത്.